നിഷാദ് അപ്പം എനിക്ക് മനസ്സിലായി. പക്ഷെ നിഷാദ് ഇപ്പോൾ 2-3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അതിൻ്റെ പൊരുൾ ഒന്ന് തന്നെയാണ്. അവസാനമായി പറയാനുള്ളത്, സന്തുലിതമായ സാമ്പത്തിക ശക്തികൾ തമ്മിൽ വ്യാപാര കരാർ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും സന്തുലിതമായ സാമ്പത്തിക ശക്തികളാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നമ്മൾ തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അല്ലെങ്കിൽ മറ്റുള്ള പല മേഖലകളിലും തുല്യ ശക്തികൾ തമ്മിൽ പെട്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പം പെർ ക്യാപിറ്റ ഇൻകം, അതായത് എത്രത്തോളം ആളോഹരി വരുമാനം ഉണ്ട്. US, ചൈന, ഇന്ത്യ, ഇതാണല്ലോ 3 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ. ഇനിയിപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും 3rd ലാർജസ്റ്റ് ഇക്കോണമി ആവുന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷെ അവിടെയും നമ്മൾ നേരിടേണ്ടുന്ന പ്രശ്നം, നമ്മുടെ അതായത് പെർ ക്യാപിറ്റ ഇൻകം പോലും $2,800 ആളോഹരി വരുമാനമുള്ള ഇന്ത്യ, $13,000 ആളോഹരി വരുമാനമുള്ള ചൈന, $80,000 ആളോഹരി വരുമാനമുള്ള അമേരിക്ക. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ചൈനയുമായിട്ട് മാത്രമല്ല അമേരിക്കയുമായിട്ട് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ. പക്ഷെ അവിടെ ഞാൻ കാഴ്ചപ്പാടിൽ കാണുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് എക്സലൻസ്, മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ വളരെയധികം നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ അന്തരം ഒരുവിധം സന്തുലിതമാക്കാതെ നമുക്ക് കൂടുതൽ പ്രതീക്ഷ ഏത് വ്യാപാര ബന്ധമാണെങ്കിലും പ്രതീക്ഷിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് കുറച്ചധികം പ്രശ്നങ്ങളാവും. അതുകൊണ്ട് സാമ്പത്തിക വളർച്ചയോടൊപ്പം ഈ വ്യാപാര ചർച്ചകൾ തുടരുക. പെട്ടെന്നൊരു ബ്രേക്ക് ത്രൂ വരണമെന്നില്ല. പക്ഷേ എന്താണ് സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നില്ല. അരവിന്ദ് അഡീഗ വൈറ്റ് ടൈഗർ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം അന്ന് ഈ വൈറ്റ് ടൈഗർ ബുക്കർ പ്രൈസ് വിൻ ചെയ്ത ഒരു നോവലാണ്. അതിൽ പറഞ്ഞു, ഈ വെള്ളക്കാരൻ്റെ സമയം കഴിഞ്ഞു, ഇനിയും എന്താണ് തവിട്ട് നിറമുള്ള ആളിൻ്റെയും ബ്രൗൺ മാൻ ആൻഡ് യെല്ലോ മാൻ, മഞ്ഞ നിറക്കാരൻ്റെയും തവിട്ട് നിറമുള്ള ആളും കൂടെ യോജിച്ച് എസെൻഷ്യലി ഇന്ത്യ ചൈന ഒത്തുചേർന്ന് വെള്ളക്കാരനെ എന്താണ് പിന്തള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം ആ നോവലിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കൾച്ചറലി എന്തെല്ലാം എന്താണ് സമാനതകൾ ഞാൻ ചൈനീസ് ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചൈന ബന്ധത്തെ പൂർണ്ണമായും നെഗറ്റീവായി നമ്മൾ സമീപിക്കേണ്ടതില്ല. അതിന് സാധ്യതയുടെ വിൻഡോസ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം. പക്ഷേ നമുക്കിപ്പോഴും അതാണ് എനിക്ക് പ്രതീക്ഷ നൽകുന്നത്. നമുക്ക് പക്ഷേ അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് ഗ്യാപ്പ് കിടക്കുന്ന ഒരു പ്രശ്നം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശ്രീ നിതീഷ് നാരായണൻ, നിതീഷ്, ഞാൻ ചോദിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബാന്ധവത്തെക്കുറിച്ചല്ല, മറിച്ച് അമേരിക്കയുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. കയറ്റുമതി മേഖലയിൽ വലിയ തോൽവി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ പോലും ആയിരക്കണക്കിന് കോടികളുടെ നഷ്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ചെമ്മീനും കശുവണ്ടിയും കയറും എല്ലാം അതിൻ്റെ പ്രയാസം അനുഭവിക്കാൻ പോവുകയാണ്. അതിന് പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത, അതിനെ സഹായിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിൻ്റെതായിരിക്കെ, ഭരണകൂടം ലോകത്തെല്ലായിടത്തും ഉള്ള രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ഒരു വേൾഡ് ലീഡറായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് നമ്മുടെ കയറ്റുമതി മേഖലയും തൊഴിലാളികൾ നേരിട്ട് പണിയെടുക്കുന്ന ഇൻഡസ്ട്രീസ് എല്ലാം ഈ പ്രശ്നം അനുഭവിക്കുന്നത്. അതിനൊരു പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ആ ഇഷ്യൂ ഇന്ത്യയിൽ സീരിയസ് ആയി റൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ള ഈ ക്രൈസിസ് ഞാൻ കാണുന്നത് ഇതൊരു വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ക്രൈസിസ് ഒന്നല്ല, ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടമല്ല, മറിച്ച് ദീർഘകാലമായിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള സ്ട്രാറ്റജികളുടെ ഒരു പരാജയം കൂടിയാണ്, പ്രത്യേകിച്ച് ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. നോക്കൂ, കാരണം എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത് നമുക്കൊരു വ്യക്തതയും പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ. ചിലപ്പോൾ പറയും ട്രംപാണ് അടുത്ത സുഹൃത്ത് എന്നുള്ളത്. അതേ ട്രംപ് തന്നെ ഏറ്റവും എന്താ പറയുക അതിഭീകരമായി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ, ഇന്ത്യൻ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അവരതിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഈ ചർച്ചയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കാര്യം, ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് തുടക്കത്തിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടൺ ഇമ്പോർട്ട് തീരുവ ഒഴിവാക്കിയത് 3 മാസം കൂടി ഇപ്പോൾ നീട്ടിയിട്ടാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കോട്ടൺ പരുത്തി കൃഷിക്കാരാണ്.